ഷെരീഫ് നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ഒരു ഫോർച്യൂണർ, കാരണം ഫോർച്യൂണർ ഒന്നല്ല, ഏകദേശം എത്ര ഫോർച്യൂണർ? 2 ന്യൂ ഷേപ്പ് ഉണ്ട്, 3 ഓൾഡ് ഷേപ്പ് ഉണ്ട്, പിന്നെ ഇന്നോവയുടെ ഒരു കലവർ തന്നെയുണ്ട് നമ്മളെ. പിന്നെ അതേപോലെ തന്നെ സ്വിഫ്റ്റ് നോക്കുകയാണെങ്കിൽ 10-50 ചെറുവണ്ടികൾ കിടക്കുന്നത്. ഓക്കെ, ഈ ഒരു ഫോർച്യൂണർ നമ്മൾ വരുന്നത് ഇത് 2017 മോഡല്, 18 രജിസ്ട്രേഷൻ, 2 വീൽ ഓട്ടോമാറ്റിക് മൈഗ്രേറ്റ് ആയ വണ്ടിയാ. ഓണർഷിപ്പ് പറഞ്ഞത് ഓണർഷിപ്പ് സിംഗിൾ ആണ്, ഇവിടെ സെക്കൻഡ് ഓണർ ആവും. 90,000 കമ്പനി സർവീസ് റെക്കോർഡാണ്. ഒന്നുമില്ല, സീറോ, ഒന്നുമില്ല. മെയിൻ ക്ലാസ് വരെ മാറിയിട്ടില്ല. ഇപ്പൊ എൻഒസിയിലാണോ അല്ല നമ്പർ ആയിട്ട്? എൻഒസിയിലാണ്. ഇപ്പൊ മലപ്പുറം കൊണ്ടോട്ടി ആർട്ട് ഓഫീസിൽ എൻഒസിയിലാണ്. നമ്മുടെ പേരിൽ രജിസ്റ്റർ ആവും. അപ്പൊ നമ്പർ ആക്കിയിട്ട് കേരള നമ്പർ രജിസ്റ്റർ ആക്കിയിട്ട് നമുക്ക് കൊടുക്കാം. നമ്മൾ ആസ്കിംഗ് പ്രൈസ് 28 ലക്ഷം രൂപയാണ്. 28 ലക്ഷം രൂപ. എത്ര ലോൺ കയറും? ഇതിന് നമുക്ക് ഒരു 22-23 ലക്ഷം രൂപ വരെ IT റിട്ടേൺ ഉള്ളവർക്ക് ലോൺ വാങ്ങിച്ചു കൊടുക്കാം. ഓക്കെ, 22-23 ലക്ഷം വരെ IT റിട്ടേൺ ലോൺ വാങ്ങിച്ചു കൊടുക്കാം. ഹലോ ഫ്രണ്ട്സ്, മുക്താറാണ്. അങ്ങനെ വീണ്ടും നമ്മളെ ഷെരീഫ് ഖാൻ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഷെരീഫ് ഏകദേശം ഒരു വണ്ടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു 8-9 മാസമായി. കാരണം തുടക്കത്തില് ഞാനൊക്കെ വീഡിയോ ചെയ്ത് തുടങ്ങുന്ന ടൈമിൽ ഞാനും സ്പൾവറൊക്കെ ചേർന്നിട്ട് ഒരുപാട് വീഡിയോ ഷെരീഫ് ഖാന്റെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് വീഡിയോ ചെയ്തത് മെയിൻ ആയിട്ട് ആ ഒരു ഫീച്ചർ ഇപ്പോഴും കൊടുക്കുന്നുണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 1-2 വണ്ടിയിൽ ഗ്ലാസ് മാറിയതെല്ലാം പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. പിന്നെ നമ്മൾ ഓൾവേസ് അന്ന് തുടങ്ങിയ അതേ ടാഗ് ലൈൻ തന്നെയാണ് ഇപ്പോഴും. നമ്മുടെ കയ്യിൽ മേജർ ആക്സിഡന്റോ ഫ്ലഡോ ഉള്ള വണ്ടികൾ ഉണ്ടെങ്കിൽ നമ്മൾ 50,000 കസ്റ്റമർക്ക് കോമ്പൻസേഷൻ കൊടുക്കും അല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് അന്ന് പറഞ്ഞ റേറ്റ് എന്ന് പറഞ്ഞാൽ ഏജന്റിന് കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അന്നൊക്കെ. ഏജന്റ് മാറിപ്പോയി, ഡീലർമാർക്ക് കൊടുക്കുന്ന അതേ പ്രൈസിനായിരുന്നു മുപ്പര് കൊടുക്കുന്ന. ഷോറൂം ഒന്നും കൂടെ എക്സ്പാൻഡ് ചെയ്തു. അപ്പൊ വലിയൊരു ഷോറൂം കാര്യങ്ങളായിരുന്നു. ഇപ്പൊ വലിയ കാർ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ചെറിയ കാറല്ലേ, ആ സ്വിഫ്റ്റ് ഒക്കെ ഒരുപാട് കിടക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഏറ്റവും കൂടുതൽ ഫോർച്യൂണർ, ഇന്നോവ അതൊക്കെയാണ് വരുന്നത്. ഈ ഒരു ഫോർച്യൂണർ കഴിഞ്ഞ് നെക്സ്റ്റ് ഈ ഒരു ഫോർച്യൂണർ പോവാണെങ്കിൽ ഇത് 2018 മോഡല് സെക്കൻഡ് ഓണർഷിപ്പിൽ കിടക്കുന്ന ഒറിജിനൽ കേരള വണ്ടിയാണ്. 2018 സെക്കൻഡ് ഓണർഷിപ്പ് ഒറിജിനൽ കേരള. 2 വീൽ ഓട്ടോമാറ്റിക് 1,20,000 കിലോമീറ്റർ കമ്പനി സർവീസ് റെക്കോർഡ്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പക്കാണ്. പക്ക ഹിസ്റ്ററി. ചെറിയ മൈനർ ഹെഡ്ലൈറ്റ് അങ്ങനത്തെ ചെറിയ ക്ലെയിമുകള്, മേജർ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, ഹൈ ക്വാളിറ്റി വണ്ടി. അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇന്റീരിയറൊക്കെ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വരുന്നത്. ലാസ്റ്റ് ഫൈനൽ ഇതിന് നമ്മൾ ആസ്കിംഗ് പ്രൈസ് 34 lakhs ആണ്. 33 lakhs ലാസ്റ്റ് കസ്റ്റമർക്ക് നമുക്ക് കൊടുക്കാം. 33 ലക്ഷം രൂപയ്ക്ക് ലാസ്റ്റ് ഫൈനൽ കൊടുക്കാം. ഫൈനൽ ആണോ? അതിന് നമുക്ക് ചെറിയ ഒരു ഫേസ് ടു ഫേസ് ഇരിക്കുന്ന സമയത്ത് വരുന്ന ചെറിയൊരു മാറ്റം വലുതായിട്ട് പ്രതീക്ഷിക്കരുത്. കാരണം ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ്. എത്ര ലോൺ കയറും? ഇത് 30+ ലോണും കയറും. 3 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കിയിട്ട് പോകാം. നെക്സ്റ്റ് വരുന്നതാണ്. ഇത് വന്നിട്ട് 2015 മോഡല് മൈഗ്രേറ്റ് ചെയ്ത വണ്ടിയാണ്. 2015 മൈഗ്രേറ്റ്. അതെ, ഇതിൽ കിടക്കുന്ന കിലോമീറ്റർ 1,30,30,000 കിലോമീറ്റർ ആണ്. ജെനുവിൻ ആണോ ഉള്ളത് കസ്റ്റമർ ചെക്ക് ചെയ്തിട്ട് വരിക. ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററി, ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കമ്പനി കിലോമീറ്ററിന്റെ യാതൊരു വാറണ്ടിയും നമ്മൾ ഇതിൽ പറയുന്നില്ല. 2 വീൽ ഓട്ടോമാറ്റിക്. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇത് വന്നിട്ട് 15 ലക്ഷം രൂപ. 15 ലക്ഷം രൂപ. വിത്ത് കേരള നമ്പർ 12-13 ലക്ഷം രൂപ വരെ ലോൺ. എൻഒസിയിലല്ല കൊടുക്കുന്നത്, വിത്ത് കേരള നമ്പറിലാട്ടോ കൊടുക്കുന്നത്. എൻഒസിയിലെ കച്ചവടം നമുക്കില്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഈ ഒരു ഫോർച്യൂണർ 2015 മോഡല്. 2015 അതും സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇവിടെ സെക്കൻഡ് ഓണർഷിപ്പ്. നമ്പറായ വണ്ടിയാണ്. 1,38,000 കിലോമീറ്റർ ആണ് വണ്ടിയിൽ കിടക്കുന്നുള്ളത്. കസ്റ്റമർ ചെക്ക് ചെയ്തിട്ടില്ല. റീപ്ലേസ്മെന്റ്, ആക്സിഡന്റ്, ഫ്ലഡ് എല്ലാം നമ്മൾ ഗ്യാരണ്ടിയാണ്. 2015 2 വീൽ ഓട്ടോമാറ്റിക്. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇത് 15 ലക്ഷം രൂപ. ഇതും 15 ലക്ഷം രൂപ. അതും 15 ലക്ഷം രൂപ. മാക്സിമം ലോണും കയറും. ഇതിനൊക്കെ 13 ലക്ഷം രൂപ. ഒരു 2 lakh ഉണ്ടെങ്കിൽ വണ്ടി സുഖമായിട്ട് ഇറക്കിയിട്ട് കൊണ്ടുപോകാം. നെക്സ്റ്റ് ഫോർച്യൂണർ വന്നിട്ട് തമിഴ്നാട് രജിസ്ട്രേഷനിൽ കിടക്കുന്ന വണ്ടിയാണ്. തമിഴ്നാട് പ്രൈവറ്റ് വണ്ടിയാണ്. വണ്ടി, അതായത് തമിഴ്മാരാണെങ്കിൽ ഒന്നും കൂടി ഉഷാറായി. ഇത് നമ്മളിപ്പോ അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉള്ള വണ്ടിയാണ്. കാരണം ഇത് തമിഴ്നാട്ടില് പ്രൈവറ്റ് ടാക്സ് കൂടുതലാണല്ലോ. അതുകൊണ്ട് തമിഴ്നാട്ടൊക്കെ പെട്ടെന്ന് കച്ചവടം ചെയ്യാൻ പറ്റുന്ന വണ്ടി. ഇത് മൈഗ്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. TN നമുക്ക് വണ്ടി കൊടുക്കാം. TN തന്നെ കൊടുക്കാം. 2015. ഇനി കേരള കസ്റ്റമർ ആണെങ്കിലും നമുക്ക് അവരെ പേരിലോട്ട് ഡോർ അഡ്രസ്സിൽ മാറ്റി കൊടുക്കാം. 2012 2 വീൽ മാനുവല് 1,83,000 കിലോമീറ്റർ ജെനുവിൻ. ഒന്നുമില്ല, ഓൺലി അമാന സർവീസ്. ഇത് വന്നിട്ട് 12 ലക്ഷം രൂപ. 2012 മോഡല്. 12 മോഡൽ തമിഴന്മാരാണെങ്കിൽ ഉഷാറായി. അവർക്ക് ഒന്നും ചെയ്യണ്ട. സാധനം എടുത്തുകൊണ്ട് പോവാ, അത്രേ ഉള്ളൂ. ഓക്കെ, ഈ ഫോർച്യൂണർ കഴിഞ്ഞ് നമ്മൾ നേരെ ഇന്നോവയിലേക്ക് പോവാണ്. ക്രിസ്റ്റ നമ്മുടെ കയ്യിൽ ഇപ്പൊ സ്റ്റോക്ക് ഇല്ല. ഇന്നോവ ഇത് 15 Z ആണ്. 2015 Z. 2,55,000 കിലോമീറ്റർ പക്ക സർവീസ്. സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഇവിടെ സെക്കൻഡ് ആയിരിക്കും. അവിടെ സിംഗിൾ, ഇവിടെ സിംഗിൾ. സെക്കൻഡ് ഓണർഷിപ്പ്. ഒന്നുമില്ല, അത്യാവശ്യം നന്നായിട്ട് എക്സ്ട്രാ ഫിറ്റിംഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ഇന്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ലാസ്റ്റ് ഫൈനൽ 11.5 ലക്ഷം രൂപയാണ് ആസ്കിംഗ് പ്രൈസ്.
ഒരു 11 ലക്ഷം റുപ്യക്ക് നമുക്ക് ചെയ്ത് 50,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി എടുത്തിട്ട് പോകാം. ഒരു 10 ലക്ഷം റുപ്യ വരെ ലോൺ കയറും. അപ്പൊ ഒരു 1 lakh ഉണ്ടെങ്കിൽ വണ്ടി എടുത്തിട്ട് പോകാം. ഓക്കെ, ഈ ഒരു ഇന്നോവ 14V മോഡലാണ്. 2014V സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ് 1,40,40,000 ജെനുവിൻ കിലോമീറ്റർ. ഒന്നുമില്ല, വണ്ടി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. ഇത് നമ്പർ അയക്കണോ? നമ്പർ എല്ലാം കേരള നമ്പറിലാണ്. ഒക്കെ NOC അവൈലബിൾ. ഇത് KL 84 കൊണ്ടോട്ടി രജിസ്റ്റർ. ഓക്കെ, ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇത് നമ്മൾ ആവശ്യപ്പെടുന്നത് 9.5 ലക്ഷം. 9 ലക്ഷം രൂപ. എത്ര ലോൺ കയറും? 8 ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാം. ഒരു 1.5 ലക്ഷം രൂപ വണ്ടി നടക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ഇനോവ ഇത് വന്ന് 2013V. 2013V. 1,35,000. ഇത് 1,35,000 കറക്റ്റ് ജെനുവിൻ സർവീസ്, സെക്കൻഡ് ചാവി, തേർഡ് ചാവി, സർവീസ് ബുക്ക് എല്ലാം അവൈലബിൾ ആണ്. ഇത് നമ്പർ ആയതല്ലേ? ഇത് നമ്പർ ആയ വണ്ടി. ഓക്കെ, UP ആണ് കാണുന്നത്. അല്ലല്ല, നമ്പർ ഒക്കെ KL 84 നമ്പർ ആയ വണ്ടി. റീപ്ലേസ് ഒന്നുമില്ല. ഇത് നമ്മൾ ആസ്കിംഗ് പ്രൈസ് 8.5 ലക്ഷം രൂപ. 8.5 ലക്ഷം രൂപ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്യാൻ. ജെനുവിൻ കിലോമീറ്റർ ആണ്. സെക്കൻഡ് ചാവി, തേർഡ് ചാവി, സർവീസ് ബുക്ക് എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്ന ഈ ഒരു ഇത് നമ്മൾ സോൾഡ് ഔട്ട് ആയ വണ്ടിയാണ്. സോൾഡ് ഔട്ട് ആയതാണ്. ഈ നെക്സ്റ്റ് ഇത് വന്നിട്ട് നമ്മളെ കയ്യിലുള്ളത് 2015 മോഡലാണ്. ഇത് G4 ആണ്. ഇതാണ് നമ്മുടെ കയ്യിലുള്ള G4. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. 1,80,000 കിലോമീറ്റർ. ഒന്നുമില്ല. കമ്പനി സർവീസ് ജെനുവിൻ. എല്ലാം 100%. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 2015 വണ്ടിക്ക് നമ്മൾ 8.5 ലക്ഷം രൂപ ആസ്കിംഗ് തന്നെ ഉള്ളൂ. 8 ലക്ഷം രൂപ കസ്റ്റമർ കൊടുക്കാം. 8 ലക്ഷം ലോൺ കയറ്റി കൊടുക്കാം. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് നെക്സ്റ്റ് വരുന്നത് മഹീന്ദ്രയുടെ 2 വണ്ടികൾ കാണിച്ചു കൊടുക്കാം നമുക്ക്. 2012 XUV സിംഗിൾ ഓണർ W8 1,12,000 കിലോമീറ്റർ ജെനുവിൻ. ഇത് ഒന്നുമില്ല. ഇത് 12 വണ്ടി 14 രജിസ്ട്രേഷൻ ആണ്. 2014 രജിസ്ട്രേഷൻ ആണ്. OG കേരള ഫസ്റ്റ് ഓണർ. ഒന്നുമില്ല. ഫിക്സ് പ്രൈസ് 4 ലക്ഷം ലോൺ. 4 ലക്ഷം രൂപ. 4 ലക്ഷം രൂപ ലോൺ കൊടുക്കും. 50,000 വണ്ടി XUV W8 ഫുൾ ഓപ്ഷൻ കൊണ്ടുപോകും. ഓക്കെ, ഈ TUV ഇത് TUV വന്നിട്ട് 2018 മോഡൽ T8 എന്ന് പറഞ്ഞിട്ട് അന്നത്തെ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടിയാണ്. 2018 മോഡൽ. ഇത് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ഞാനാണ്. ഫസ്റ്റ് ഓണർ ഉപയോഗിച്ചു. സെക്കൻഡ് ഓണർ നമ്മൾ RC മാറി വണ്ടി തരാത്ത കാരണം നമ്മൾ പേരിലോട്ട് മാറി. ഓക്കെ, ഡീസൽ ഒന്നുമില്ല. 6 ലക്ഷം രൂപ. 6 ലക്ഷം ലോൺ. ഫുൾ ഒന്നുമില്ല. കാരണം അത് നമ്മൾ 6.25 ചോദിച്ചിരുന്ന വണ്ടിയാണ്. ഇപ്പൊ ഓഫർ 6 ലക്ഷം ലോൺ. ഓക്കെ, നെക്സ്റ്റ് വന്ന ഇനോവ ഇത് 14 G4 വണ്ടിയാണ്. 2014 G4. അതെ. ഓണർഷിപ്പ് ഇവിടെ സെക്കൻഡ്, അവിടെ ഒന്ന്, ഇവിടെ ഒന്ന്. ഇത് മൈഗ്രേറ്റ് ചെയ്ത വണ്ടിയാണ്. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പ് 1,39,000 ജെനുവിൻ കിലോമീറ്റർ. ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് നമ്മൾ ആസ്കിങ് 8 ഒരു 8.5 ലക്ഷം രൂപക്ക് കസ്റ്റമർ. എത്ര ലോൺ കയറും? ഒരു 7.5 വരെ ലോൺ കയറും. ഒരു 75,000 വണ്ടി. ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വണ്ടി കൊടുക്കാം. 8 രൂപയ്ക്ക് നമുക്ക് കസ്റ്റമർ കൊടുക്കാം. ഈ ഹോണ്ട സിറ്റി ഇത് ഒറിജിനൽ മലപ്പുറം അരീക്കോട് വണ്ടിയാ. മലപ്പുറം. ഈ ഡോക്ടർ വണ്ടി എന്നൊക്കെ പറഞ്ഞപ്പോ അടി കിട്ടുന്ന കാരണം പറയാറില്ല. പക്ഷെ ഇത് ഡോക്ടറാണ്. ഡീസൽ ഓട്ടോ അല്ല, ഡീസൽ മാനുവൽ VX ഏറ്റവും ടോപ്പ് എൻഡ്. സൺറൂഫ് ഒക്കെ സൺറൂഫ് എല്ലാം വരുന്നത് 2019 അല്ലേ? 19. ഓണർഷിപ്പ് ഫസ്റ്റ്. കിലോമീറ്റർ 72,000. ഒരു യാതൊരു റീപ്ലേസും ഇല്ല. പക്ക ഹിസ്റ്ററി. നമ്മൾ ആസ്കിംഗ് പ്രൈസ് 10.5 ലക്ഷം രൂപ. 10.5 ലക്ഷം രൂപ. ലാസ്റ്റ് ഫൈനൽ ആണോ? അല്ല, അത് നമുക്കൊരു 9.25 കസ്റ്റമർ കൊടുക്കാം. നിങ്ങൾ ലാസ്റ്റ് ഫൈനൽ പ്രൈസ് പറഞ്ഞാൽ മതി. കാരണം നിങ്ങൾ നമ്മൾ ഈ ഫൈനൽ പ്രൈസ് പറഞ്ഞാലേ ഈ കസ്റ്റമർ വരുന്ന സമയത്ത് അവര് എന്തായാലും ഒരു നെഗോസിയേഷൻ ഉണ്ടാവും. എന്തെങ്കിലും ഒന്ന് അവർക്ക് താത്തി കൊടുക്കും. ലാസ്റ്റ് ഫൈനൽ പറഞ്ഞാൽ ഇതാണ് നമ്മളെ ലാസ്റ്റ് ഫൈനൽ പിന്നെ പ്രശ്നമില്ല. കസ്റ്റമർ എക്സ്പെക്ട് ചെയ്തിട്ടല്ലേ വരിക. 10,000 പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും മുപ്പരെടുത്ത് റേറ്റ് കൂടുതൽ. ലാസ്റ്റ് 9.25. ഇല്ല, ഇത് 10 രൂപ മാർക്കറ്റ് 9.25 എന്ന് പറയുമ്പോ എന്താ അറിയോ, നിങ്ങളോട് ഒന്നും കൂടി അവിടെ റേറ്റ് കുറവാണെന്നുള്ള തോന്നുന്നു. 9.25 ആൾക്കാർക്ക് ഇത് ഇത്രക്കും സമയം കണ്ടിരിക്കാനുള്ള സമയമല്ല. അതെ, എല്ലാവരും ബിസിയാണ്. അപ്പൊ ഞാനടക്കം ബിസിയാണ്. നിങ്ങൾ അതിനെക്കാട്ടി വലിയ ബിസിയാണ്. 9.25 ലാസ്റ്റ് ഫൈനൽ. 9.25 ഫൈനൽ. എത്ര? 9 ലക്ഷം രൂപ വരെ ലോൺ കൊടുക്കും. ഒരു 75,000 വണ്ടി കൊടുക്കും. ഇനി പ്രൊഫൈലുള്ള ആളാണെങ്കിൽ എനിക്ക് തോന്നുന്നത് 10 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും. അത്യാവശ്യം പ്രൊഫൈൽ കാര്യമുള്ള ആളുകളാണ്. ഓക്കെ, ഈ നെക്സ്റ്റ് ഉണ്ടായി നമ്മുടെ കയ്യിലുള്ള ഒരു പെട്രോൾ വണ്ടിയാണ്. ഇത് SXO എന്ന് പറയുന്ന വർണ്ണയുടെ വണ്ടിയാണ്. 2019 മോഡല് 71,000 കിലോമീറ്റർ ജെനുവിൻ സർവീസ്, സെക്കൻഡ് ഓണർഷിപ്പ്. നല്ല വണ്ടിയാ. പക്ഷെ കുറച്ചൊക്കെ പൈസ ഉള്ളവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. 13 കിലോമീറ്റർ പറ്റും. അയ്യോ, നമുക്ക് യൂണിക്കാൻ പറ്റുള്ളൂ. അതെ. ഇത് വന്നിട്ട് 71,000 കിലോമീറ്റർ ജെനുവിനാ. ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ. ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ 8,60,000. 9.25 ഞങ്ങൾ ഇവിടെ ചോദിക്കുന്നതാണ്. 860 860 ലോണും ഫുൾ ലോണും ചെയ്ത് കൊടുക്കുക. ഈ ബലേനോ 2017 മോഡൽ ആൽഫ.
4 പുത്തൻ ടയറാണ്. ഇന്റീരിയർ വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ല, ഇതൊരു 1.5 വർഷം മുമ്പ് ഞാൻ തന്നെ കൊടുത്ത വണ്ടിയാണ്. അപ്പൊ കസ്റ്റമർ വണ്ടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്തപ്പോൾ തിരിച്ചിങ്ങോട്ട് എടുത്താ. 1,16,000 കിലോമീറ്റർ ജെനുവിൻ സെക്കൻഡ് ഓണർ. അന്ന് നമ്മൾ ഫസ്റ്റ് ഓണറിൽ കൊടുത്ത വണ്ടിയാണ്. ഒന്നുമില്ല. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രൈസ് 6.25 ലക്ഷം രൂപ. 6.25 ലക്ഷം രൂപ മാക്സിമം ചെയ്തു. വേണ്ട ഒരു കാര്യം ചെയ്തോ, 6.5 ലക്ഷം രൂപ 6.25 ലോൺ. 6.5 ലക്ഷം രൂപ 6.25 ലോൺ. 25,000 രൂപ ക്യാഷ് ബാക്ക് എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ അടക്കുന്ന പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടണം. 2017 മോഡല് ആസ്റ്റ ഓപ്ഷൻ. ഡീസൽ പെട്രോളോ? ഡീസൽ സെക്കൻഡ് ഓണർഷിപ്പിൽ 93,000 കിലോമീറ്റർ. റീപ്ലേസ് ഒന്നുമില്ല, ഗ്ലാസ് മാറിയിട്ടില്ല, ജെനുവിൻ ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രൈസ് 6.5 ലക്ഷം രൂപ. 6 ലക്ഷം രൂപ വരെ ലോൺ. ഒരു 50,000 വണ്ടി ഇറക്കിയിട്ട് പോവാം. ഇത് ഒരു ബ്ലാക്ക് പാന്തറാണ് കൊടുത്തു, ഇന്നലെ അഡ്വാൻസ് ആയി വണ്ടി. സിയാസ് ഡീസൽ വെരി റയർ പീസ്. സിയാസിന് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ടൈമിന് ഇവിടെ ഉണ്ടാവും സിയാസ് വണ്ടി. ഇതിന്റെ നമ്പർ കണ്ടില്ല നിങ്ങൾ, KL32 L32. അടിപൊളി. 2015 മോഡല് ഹൈബ്രിഡ് എർട്ടിക. ഹൈബ്രിഡ് എർട്ടിക ഏതാ മോഡൽ? 2015-16 രജിസ്റ്റർ. എന്തായാലും അത്യാവശ്യം ഓണർഷിപ്പ് ആണ്. കറക്റ്റ് ഒരു 20 മൈലേജ് കിട്ടില്ലേ? 22 കിലോമീറ്റർ. 2 കിലോമീറ്റർ കുറച്ചിട്ടാ പറയല്ലേ? അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടി. അപ്പോ 2015 മോഡൽ ഹൈബ്രിഡ്. അതെ. ഓണർഷിപ്പ് തേർഡിലാണ് നിൽക്കണം. കിലോമീറ്റർ 1,20,000 കിലോമീറ്റർ. ഒന്നുമില്ല. ഓഫർ പ്രൈസ് 5 ലക്ഷം 5.5 ലോൺ. 5 ലക്ഷം രൂപ 5.5 ലക്ഷം രൂപ ലോൺ വാങ്ങിച്ചു. ലോണും കൊടുക്കാം. 50,000 ക്യാഷ് ബാക്ക്. നാനോ വരുന്നുണ്ട്. ഇതൊരു നാനോ കുട്ടി ഓട്ടോമാറ്റിക് 40,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. നമ്മുടെ സുഹൃത്തിന്റെ ഇത് വന്നിട്ട് 2 ലക്ഷം രൂപ. 40,000 ഓടിയിട്ടുള്ള ജെനുവിനാണ്. റിച്ച് വന്നിട്ട് 2011 ZXi. ഓഫർ പ്രൈസ് 1.5 ലക്ഷം രൂപ. 2011 കിലോമീറ്റർ ജെനുവിനാണ്. 84,000 സിംഗിൾ ഓണർഷിപ്പ്. ഒന്നുമില്ല. 1.5 ലക്ഷം ലോൺ കയറും. ഇത് വന്നിട്ട് 2012-13 രജിസ്റ്റർ ന്യൂ ഷേപ്പ്. 2012-13 ഡീസൽ. 1,11,000 കിലോമീറ്റർ. ഓണർഷിപ്പ് 4 ആണ്. ഒന്നുമില്ല. ഇത് 2012 ന്യൂ ഷേപ്പാ. ലാസ്റ്റ് 2,55,000 ഡീസൽ വണ്ടിയാ. ലോൺ ചെയ്യാം. ഇത് ഒരു റയർ കളറാണ്. 2014 വണ്ടി. ഡീസലാണ് വരുന്നത്. VDI. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ വന്നിട്ട് 1,58,000 കിലോമീറ്റർ. ഒന്നുമില്ല. ഇത് വന്നിട്ട് 3.25 ലക്ഷം രൂപ. 3.25 ലക്ഷം രൂപ മാക്സിമം ശ്രീരാമിന് ലോൺ ചെയ്ത് കൊടുക്കാം. ഇത് 2 ഓട്ടോമാറ്റിക് സെഗ്മെന്റ് ആണ് വണ്ടി. അതെ. ഓട്ടോമാറ്റിക് എന്നുള്ള സെഗ്മെന്റ് ആണ്. ഇതില് ഓട്ടോമാറ്റിക് CNG വണ്ടിയാ. മൈലേജ് എന്തായാലും 30-35 ലിറ്റർ കിട്ടുന്ന വണ്ടിയാ. കാരണം ഒരു 750-800 രൂപ അടിച്ചു കഴിഞ്ഞാൽ 200 കിലോമീറ്റർ ഓടാം. ഇത് ഏകദേശം ഇതൊരു ലേഡീസ് ഓറിയന്റഡ് വണ്ടി എന്നാണ് ഇതിന് പറയാ. പക്ഷെ ചെറിയ മൈൽഡ് യൂസ് ഉള്ളവർക്കൊക്കെ പറ്റിയ ഒരു 2018 രജിസ്റ്റർ. ഓണർഷിപ്പ് സിംഗിൾ. പെട്രോൾ CNG. 77,000 കിലോമീറ്റർ. ഒന്നുമില്ല. ഇത് നമുക്ക് 4.25 ലക്ഷം രൂപയ്ക്ക് കസ്റ്റമർക്ക് ഫുൾ ലോണിൽ ചെയ്യാം. 4.25 ലക്ഷം രൂപ ഫുൾ ലോൺ ചെയ്യാം. ഈ സാലറിയോ? ഇത് വന്നിട്ട് നമ്മളെ കയ്യിലുള്ളത് 2019 മോഡലാണ്. 78,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. CNG അല്ലല്ലോ? അല്ല, ഇത് പെട്രോളാണ്. ഇത് CNG അല്ല. PXI ഓട്ടോമാറ്റിക്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് വന്നിട്ട് 78,000 കിലോമീറ്റർ. ഒന്നുമില്ല. 5 ലക്ഷം രൂപ ഫുൾ ലോൺ. 5 ലക്ഷം രൂപ ഫുൾ. ഇത് ന്യൂ ഷേപ്പാ വരിക കേട്ടോ. ഈ വണ്ടി ഇതൊക്കെ സാലറിയുടെ ന്യൂ ഷേപ്പാ വരിക. 5 ലക്ഷം രൂപ ഫുൾ ലോൺ ചെയ്യാം നമുക്ക്. അമേസ് 2 ഉണ്ട്. ഇത് വന്നിട്ട് അമേസ് 2018 മാനുവല്. ഇത് വന്നിട്ട് 2018 പിന്നെ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക്. ഇത് ഡീസൽ. ഇത് 2018 ഡീസൽ മാനുവൽ. ഓണർഷിപ്പ് ഫസ്റ്റ് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ വന്നിട്ട് 90,000 കിലോമീറ്റർ. ഒന്നുമില്ല. റീപ്ലേസ് മെയിൻ ക്ലാസ് ഇല്ല, മാറിയിട്ടില്ല. ഇതിന്റെ ഫൈനൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 6.5 ലക്ഷം രൂപ. 6.25 ലക്ഷം രൂപ ഫുൾ ലോൺ. മാക്സിമം ഫുൾ ലോൺ. അമേസ് ഹോണ്ടയുടെ വണ്ടിയല്ലേ. ഇത് V ആണ്. അതിന്റെ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് 26 കിലോമീറ്റർ വരെ. അത്യാവശ്യം മൈലേജ് കിട്ടുന്ന വണ്ടി. മെയിൻ്റനൻസ് കുറവാണ്. അതിനനുസരിച്ച് കൊണ്ടുനടക്കണം. അതെ. കമ്പനി മെയിൻറ്റെയിൻ ചെയ്യണം എപ്പോഴും. ഇതൊക്കെ പക്ക കമ്പനി സർവീസ് ഉള്ള വണ്ടി. ഇല്ല. 2012 ഡീസൽ ഓട്ടോമാറ്റിക്. സിംഗിൾ ഓണർ. പുഷ് ബട്ടൺ സ്റ്റാർട്ട്. കീലെസ് എൻട്രി. ഇതെല്ലാം വരുന്ന കമ്പനി അലോയ്സ് എല്ലാം വരും. പുതിയ ടയറാണ് കിടക്കുന്നത്. 1.25 ഓട്ടോ. അതെ. ഒന്നുമില്ല. 7.25 ലോൺ. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഇനി സ്വിഫ്റ്റിന്റെ ഒരു ചാകനാണ് വരുന്നത്. സ്വിഫ്റ്റ് നമ്മൾ. ഇത് 18 സ്വിഫ്റ്റ് ZDI പ്ലസ് ഓട്ടോമാറ്റിക്. ഡീസൽ.
ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് എൻഡ് ഡീസൽ വണ്ടി. ഡീസലിന്റെ അവസാന ടൈം. അതെ, ഓക്കെ. അതിന്റെ പീക്ക് ടൈം എന്ന് പറയുന്ന ആ സാധനം. ഓക്കെ. ഓണർഷിപ്പ് പറയുന്നത് ഓണർഷിപ്പ് തേർഡിലാണ് കിടക്കുന്നത്. കിലോമീറ്റർ 77,000 പക്ക ജെനുവിൻ കമ്പനി സർവീസ്. ഒന്നുമില്ല. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രൈസ് 690. അലോയി കമ്പനി വരുന്നതാണ്, പക്ഷെ ഇത് സ്പോട്ടി അലോയി രണ്ടാമത് കസ്റ്റമർ ചെയ്താ. പിന്നെ സ്ക്രീന് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഒറിജിനൽ സെറ്റ് വേണ്ടവർക്ക് അതും കൊടുക്കാം നമുക്ക്. അത് അവൈലബിൾ ആണ് നമ്മുടെ കയ്യിൽ. ഇത് വന്നിട്ട് 690, ഒരു 6.5 വരെ ലോൺ ചെയ്യാം. 6.30 to 6.5 വരെ ലോൺ ചെയ്യാം. 90 ഫൈനൽ ആണോ? ഒരു 50 അത് ഇതൊക്കെ മാർക്കറ്റിൽ 7.4 ലക്ഷം രൂപ വിലയുള്ള വണ്ടിയാണ്. ഡീസൽ അല്ലേ? ഒരു 690 നമുക്ക് കൊടുക്കും. 690. അതായത് ഒരു 50,000 വണ്ടി ഇറക്കിയോണ്ട് പോകാം. ഈ സ്വിഫ്റ്റ് ഇത് നമ്മുടെ കയ്യിലുള്ളത് 2020 മോഡല് മാനുവൽ പെട്രോൾ. 2020 മാനുവൽ പെട്രോൾ. 76,000 കിലോമീറ്റർ ജെനുവിൻ സിംഗിൾ ഓണർ. ഒന്നുമില്ല. 6.4 ലക്ഷം രൂപ. 6 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. ഒരു 25,000 വണ്ടി. ഇത് വീണ്ടും ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 2020 ഓട്ടോമാറ്റിക്. 2020 ഓട്ടോമാറ്റിക്. 86,000 കിലോമീറ്റർ. ഇതൊരു ഗവൺമെന്റ് എംപ്ലോയിയുടെ വണ്ടിയായിരുന്നു. സിംഗിൾ ഓണർഷിപ്പ്. ഒന്നുമില്ല. ലാസ്റ്റ് 6 രൂപ 6 വരെ ലോൺ. 6 ലക്ഷം രൂപ 6 വരെ ലോൺ. 2020 VXI ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്. ഒരു 50,000 വണ്ടി ഇറങ്ങി. ഇത് 2018 ഡീസൽ VDI. 2012 ഡീസൽ VDI. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 78,000 കിലോമീറ്റർ. ഒന്നുമില്ല. ഇത് 6.4 ലക്ഷം രൂപയൊക്കെ കൊടുക്കുക. 6.4 ലോൺ ചെയ്യാം. 6.4 ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. 2018 ആണ്. 6.4 ചോദിക്കുന്നത്. 6.4 ലോൺ ചെയ്ത് കൊടുക്കാം. ഡീസൽ ആണ് വരുന്നത്. ന്യൂ ഷേപ്പില്. ഈ സ്വിഫ്റ്റ് ഏതാവല്ലേ? അത് വന്നിട്ട് 2014 വണ്ടി. 2014 ഡീസൽ പെട്രോളോ? ഇത് ഡീസൽ VDI. ഓണർഷിപ്പ് സിംഗിൾ ആണ്. 1.19 ഓടിയിട്ടുണ്ട്. ഒന്നുമില്ല. 4.4 രൂപ. 3.5 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. 2014 അല്ലേ? 4.4 ചോദിക്കുന്നത്. 3.5 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. ഒരു 75,000 വണ്ടി ഇറക്കി കൊണ്ടോ? ഇത് 2016 വണ്ടിയാണ്. 1,10,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പ്. ഒന്നുമില്ല. 2016 ഡീസൽ VDI. എന്താ ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കണേ 4.80. 4.5 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. ഇന്റീരിയർ ഒക്കെ വല്ല തലശ്ശേരിയിലെ പുയ്യാപ്പിളാറെ അറിയിക്ക് നോക്കിയ മാതിരി കേട്ടോ. വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. 30,000 വണ്ടി സ്വകാര്യ നടക്കാം. എന്താണ് സ്വിഫ്റ്റിന്റെ ഒരു ഡിസയർ 2016 മോഡല്. ഇത് വന്ന് ഓടിയിരിക്കുന്നത് 1,04,000 കിലോമീറ്റർ. മൂന്നാമത്തെ ഓർഡർ ഞാനാണ്. ഡീസൽ. മൂന്നാമത്തെ ഓണർഷിപ്പ് നിങ്ങളായാലും റേറ്റ് കുറയും. റേറ്റ് കുറച്ച് കൊടുക്കാം. 4.5 ലക്ഷം രൂപ ഫുൾ ലോൺ. 2016 വേറെ എവിടെയും കിട്ടൂല. 2016 ഡീസൽ 4 ലക്ഷം രൂപയ്ക്ക്. ഓക്കെ. ഫുൾ ലോണും. ഈ പോളോ വന്നിട്ട് 2017 ഓൾ സ്റ്റാർ എഡീഷനാ. ഡീസൽ അല്ലേ? ഡീസൽ ഓൾ സ്റ്റാർ എഡീഷൻ. തേർഡ് ഓണർഷിപ്പിലാണ് വണ്ടി. കിലോമീറ്റർ വന്നിട്ട് 87,000 കിലോമീറ്റർ. റീപ്ലേസ് ഒന്നുമില്ല. മെയിൻ ക്ലാസ് മാറിയിട്ടില്ല. ഇതിനും ഓഫർ പ്രൈസ് ആണ്. 6 ലക്ഷം റുപ്യക്ക് ഫുൾ ലോൺ. 2017 ഡീസൽ ഓൾ സ്റ്റാർ എഡീഷൻ. 2017 GT-യുടെ എല്ലാ ഓപ്ഷനും വെച്ച് ഇറങ്ങിയ വണ്ടിയാണ്. ആകെ 100 ലക്ഷം. ഇത് 6 ലക്ഷം ലോണും കിട്ടും. പ്രൊഫൈലുള്ള 2017 മോഡലല്ലേ? നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ഇത് ഹോണ്ടയുടെ അമേസ് ആണ്. ഇത് വന്നിട്ട് 17, അത് 16. 2017 ഡീസൽ ഒക്കെ ഒരു 1-1.10 റേഞ്ചിലാണ് ഓടിയിരിക്കണേ. ഒന്നുമില്ല. ഇത് 2017 വണ്ടി 4.25 ലക്ഷം റുപ്യ. അത് 2016 വണ്ടി 4 ലക്ഷം റുപ്യ. 2017 ലക്ഷം രണ്ടും ഫുൾ ലോൺ അല്ല. ഇതിലിപ്പോ നമുക്കൊരു 4 ലക്ഷം വരെ ലോൺ ചെയ്യാം. അത് ഫുൾ ലോണും ചെയ്യാം. 2016 ഫുൾ ലോൺ ചെയ്യാം. ഇത് 4 ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാം. 75,000 ഇറക്കി പോവാം. നെക്സ്റ്റ് വരുന്ന ഹോണ്ട CRV 2014 മോഡല്. കേരളത്തിലെ നമ്പറായ വണ്ടി. CNG വിത്ത് പെട്രോൾ. ഫ്രീ ആണ്. കേരള നമ്പർ. അതെ. CNG വിത്ത് പെട്രോൾ. ഓട്ടോമാറ്റിക് ആണ്. ഇത് കിട്ടും. CNG-യിലാണെങ്കിൽ 18-19 ഒക്കെ കിട്ടും. പെട്രോൾ ആണെങ്കിൽ 10 താഴെ പ്രതീക്ഷ. അപ്പൊ 18-19 എന്തായാലും കിട്ടും. 2014 വണ്ടി. ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ 80,000 കിലോമീറ്റർ. ഒന്നുമില്ല. 4 ലക്ഷം റുപ്യ മാക്സിമം. വണ്ടി ഇറങ്ങുമ്പോൾ 15-20 ലക്ഷം രുപ വിലയുള്ള വണ്ടിയാണ്. 4 ലക്ഷം രൂപയ്ക്ക് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. ഈ ഹോണ്ട സിറ്റി നമുക്ക് ഒരു ഓഫർ പ്രൈസിൽ കൊടുക്കാം. 2015 സിംഗിൾ ഓണർ വണ്ടിയാണ്. ഡീസലാണ് വരുന്നത്. ഡീസലാണ്. V ഓപ്ഷൻ ആണ്. ഓണർഷിപ്പ് ഫസ്റ്റ്. കിലോമീറ്റർ 1.10, 1.20. റീപ്ലേസ് ഒന്നുമില്ല. ഇത് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രൈസ് 5 ലക്ഷം റുപ്യ. കസ്റ്റമർക്ക് 5 ലക്ഷം രൂപയ്ക്ക്. 2015 മോഡല്. V ഓപ്ഷൻ ഡീസൽ 5 ലക്ഷം രൂപയ്ക്ക്. ഫൈനൽ 5 ലക്ഷം ലോൺ ചെയ്യാം. ഫുൾ ലോൺ ചെയ്യാം. ഓക്കെ. ഇനി അതേപോലെ തന്നെ സണ്ണിക്കുട്ടൻ നമുക്ക് 2014 പ്രീമിയം പ്ലസ് വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പിൽ. എറണാകുളം രജിസ്റ്റർ KL 07. ഇത് പുഷ് ബട്ടൺ ഒക്കെ വരുന്ന ടോപ്പ് എൻഡ് വണ്ടിയാണ്.
3.5 ലക്ഷം റുപ്യക്ക് കസ്റ്റമർ കൊടുക്കാം, 3.5 ലോണും ചെയ്യാം. 3 ലക്ഷം രൂപ കസ്റ്റമർ കൊടുക്കാം, 3.5 ലോണും ചെയ്തെടുക്കാം. ഇതൊക്കെ മാറി വെച്ച വണ്ടിയാണ്. ഒന്നുമില്ല. ഓക്കെ. ഇനി അതേപോലെ തന്നെ ബ്രസ 2017 ZDI ആണ്, ഡീസൽ. ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ വന്നിട്ട് 1.28 ജെനുവിൻ കമ്പനി സർവീസ്. ഒന്നുമില്ല. ലാസ്റ്റ് 7 ലക്ഷം റുപ്യ 6.5 വരെ ലോൺ വാങ്ങിച്ചു കൊടുക്കാം. 50,000 2017 ഡീസൽ വണ്ടി നടക്കാം, കസ്റ്റമർ കൊടുക്കാം. ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് ഉണ്ടായിട്ട് i20 1.5 ലക്ഷം റുപ്യക്ക് 5 വർഷത്തെ പേപ്പറോട് കൂടി കൊടുക്കാം. 2009 മാഗ്ന. 5 വർഷത്തെ പേപ്പറോട് കൂടി 1.5 ലക്ഷം ലോൺ കയറൂല. ഡെഡിക്കേഷന്റെ വണ്ടി മാത്രം. എന്തായാലും ഷെരീഫ് നമ്മൾ ഒരുപാട് വണ്ടി കാണിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഫോർച്യൂണർ വരുന്നുണ്ട്, ഇനോവ വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് വണ്ടി വരുന്നുണ്ട്. എന്തായാലും എല്ലാ ബ്രാൻഡ് വണ്ടികളും. ഇത് വന്നിട്ട് നമ്മൾ കൊണ്ടോട്ടിന്ന് മഞ്ചേരി അല്ലെങ്കിൽ മലപ്പുറം പോകുന്ന സമയത്ത് മോങ്ങത്ത് പഴയ സിനിമകളുടെ ഓപ്പോസിറ്റ് ആയിട്ട് മെയിൻ റോഡിൽ തന്നെയാണ്. ഇനി ഗൂഗിൾ മാപ്പിൽ റൈഡ് ഓൺ അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മളെ ലൊക്കേഷൻ കിട്ടും, നിങ്ങൾക്ക് വരാം. അപ്പൊ എന്തായാലും ഷെരീഫ് ഖാൻ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അടിയിൽ കൊടുത്തിട്ടുണ്ട്. വേഗം വിളിച്ചോളി, മിസ്സാക്കാൻ നിൽക്കണം.